മഹാരാഷ്ട്രയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേഷൻ വരികയാണ്. ജനുവരി മാസം 15-നാണ് മഹാരാഷ്ട്രയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ്. 528 സീറ്റുകളിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. 1999 ശേഷം കോൺഗ്രസ് പാർട്ടി ഇത്രയും സീറ്റുകളിൽ ആദ്യമായി ഒറ്റയ്ക്ക് എന്തുകൊണ്ട് മത്സരിക്കുന്നു എന്ന് ചോദിച്ചാൽ മറ്റ് ഘടകകക്ഷികൾക്ക് ഇപ്പോൾ കോൺഗ്രസിനെ വേണ്ട എന്നുള്ളതാണ്. കാരണം കോൺഗ്രസിനെ ഒപ്പം കൂട്ടിയാൽ ഒപ്പം കൂട്ടുന്ന പാർട്ടികൾ കൂടി ദയനീയമായി പരാജയപ്പെടുന്നു. അത് ഉത്തർപ്രദേശിലും ബീഹാറിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ മറ്റ് ഘടകകക്ഷികൾക്കൊന്നും ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസിനെ വേണ്ട എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന പശ്ചാത്തലത്തിലാണ് ഈ മാസം 15-ന് നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും അടുത്ത കാലത്ത് ഒരുമിച്ചിരുന്നു. മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയും ശിവസേന ഉദ്ധവ് വിഭാഗവും സഖ്യമായും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുകയാണ്. ശ്രീകാന്താണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീകാന്ത്, ഈ കോൺഗ്രസിനെ ആർക്കും വേണ്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. കാരണം കോൺഗ്രസിനെ കൂടെ കൂട്ടുന്നവൻ കൂടി ദയനീയമായി പരാജയപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ ബീഹാറിൽ നമ്മളത് കണ്ടതാണ്. ഈ പശ്ചാത്തലത്തിലാണോ ഇപ്പോൾ ആരുമില്ലാത്ത സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? തീർച്ചയായും ഗൗതം, മഹാരാഷ്ട്രയിൽ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്കൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസിനെ വിശ്വസിച്ച് കൂടെ കൂട്ടാൻ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ ഉദ്ധവ് വിഭാഗം ശിവസേനയ്ക്ക് കോൺഗ്രസിനെ ഒപ്പം ചേർത്ത് ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിലേക്ക് മത്സരിക്കാൻ ധൈര്യം പോരാ. അങ്ങനെ മത്സരിക്കുകയാണെങ്കിൽ തോൽവി ഉറപ്പാണെന്ന് അവർക്ക് അറിയാം. അങ്ങനെയാണിപ്പോൾ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന രാജ് താക്കറെ അവർ കൂടെ കൂട്ടിയത്. കോൺഗ്രസ് ശക്തമായി എതിർത്തിരുന്നു ഈ നീക്കത്തെ. ആ എതിർപ്പ് ശിവസേന ചെവിക്കൊണ്ടില്ല. പകരം അവർ പറഞ്ഞത് ഈ സഖ്യത്തിനൊപ്പം ചേരാമെങ്കിൽ ചേരൂ എന്നുള്ളതാണ് ചൂണ്ടിക്കാണിച്ചത്. രാജ് താക്കറെ ഒഴിവാക്കുന്ന പ്രശ്നമില്ല എന്ന നിലപാട് അവരെടുക്കുകയും ചെയ്തു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ടി, അവരുടെ വിജയം, അതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി NCP ശരത് പവാർ വിഭാഗമാണെങ്കിൽ പൂനെയിൽ ആ ബെൽറ്റിലും കോൺഗ്രസിന് യാതൊരുവിധ വിലയും നൽകിയിട്ടില്ല. പകരം NDA സഖ്യകക്ഷി കൂടിയായ അജിത് പവാറിനൊപ്പം എങ്ങനെയും ലയിക്കാനും പൂനെ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുമാണ് ശ്രമിക്കുന്നത്. അങ്ങനെ കോൺഗ്രസിനെ ആർക്കും വേണ്ടാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് മഹാരാഷ്ട്ര. അതായത് 528 സീറ്റുകളിൽ അവർ ഒറ്റയ്ക്ക് മത്സരിക്കാൻ പോകുന്നു. 1999 ശേഷം ഇത്രയും ദയനീയമായ ഒരവസ്ഥ കോൺഗ്രസിന് ആദ്യമായാണ് വരുന്നത്. മുംബൈ, താനെ, പൂനെ, ഛത്രപതി സംഭാജി നഗർ, പിംപ്രി ചിഞ്ചുവാഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നിവിടങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിനാൽ തന്നെ ഇവിടെ എങ്ങും ഒരു തരത്തിലും കോൺഗ്രസിന് സ്ഥാനമില്ല, ഒറ്റയ്ക്ക് മത്സരിക്കും. ഒപ്പം ശ്രീകാന്ത്, മറ്റൊരു വിഷയം ഈ MNSഉം അതോടൊപ്പം തന്നെ ശിവസേനയും തമ്മിലുള്ള സഖ്യം സംബന്ധിച്ചാണ്. കാരണം ഈ MNS 2006-ൽ രൂപീകരിക്കുന്നത് തന്നെ ഉദ്ധവ് താക്കറെയുമായിട്ടുള്ള രാജ് താക്കറെയുടെ ഈഗോ പ്രശ്നങ്ങളെ തുടർന്നാണല്ലോ. പക്ഷേ MNSന് ഒരിക്കലും മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലൊരു സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. താനെ മേഖലയിൽ 1-2 സീറ്റുകളൊക്കെ ലഭിച്ചതൊഴിച്ചു കഴിഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പുകളിലും ഒരു നിർണായക ശക്തിയായി മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയോ രാജ് താക്കറെയോ ഉദിച്ചുയർന്നു വന്നിരുന്നില്ല. ഒരു കാലത്ത് വലിയ തോതിൽ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുമായിരുന്നു ഈ ബാൽ താക്കറെയുടെ പ്രസംഗ ശൈലി അതുപോലെ കിട്ടിയിരിക്കുന്നത് രാജ് താക്കറേക്കാണ് എന്നൊക്കെയുള്ള പല രീതിയിലുള്ള നിരീക്ഷണങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പുകളിലേക്ക് എത്തുമ്പോൾ MNS ഒരു വട്ടപൂജ്യമായിരുന്നു മഹാരാഷ്ട്രയിൽ. ഇപ്പോൾ ഈ ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും ഒരുമിക്കുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഗുണം ഈ രണ്ട് പാർട്ടികൾക്കും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഗൗതം, അവിടെ മഹാരാഷ്ട്രയിൽ ഇപ്പോൾ പറയപ്പെടുന്ന ഒരു ചൊല്ലുണ്ട്, പുലിക്ക് പിറന്നത് പൂച്ചയായി പോയി എന്നുള്ളത്. കാരണം ഉദ്ധവ് താക്കറെയെക്കുറിച്ചാണ് അങ്ങനെ പറയുന്നത്. ബാൽ താക്കറയുടെ നേരിയ ഗുണം പോലും ഉദ്ധവ് താക്കറെക്കുണ്ടായില്ല എന്നുള്ളതാണ് അവിടുത്തെ ആ ചൊല്ലിനർത്ഥം തന്നെ. കാരണം നിലവിൽ ശിവസേന ഷിൻഡെ വിഭാഗത്തിൻ്റെ കൈകളിലാണ് ശിവസേനയുടെ എല്ലാ സ്വത്വവും നിലനിൽക്കുന്നത്. പക്ഷേ അതെങ്ങനെയും തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ ഗൗതം പറഞ്ഞതുപോലെ ബാൽ താക്കറയുടെ ചില രീതികൾ, സ്വഭാവ സവിശേഷതകളൊക്കെ കിട്ടി എന്ന് അവരുടെ അണികൾ പറയുന്ന രാജ് താക്കറയെ കൂടി ഒപ്പം നിർത്താനുള്ള ശ്രമം നടത്തുന്നത്. അതായത് ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ ഉദ്ധവ് താക്കറെയോ ഉദ്ധവ് താക്കറയുടെ മകൻ ആദിത്യ താക്കറെയോ വിചാരിച്ചാൽ നടക്കില്ല. അതിന് ഈ താക്കറെ ഫാമിലി ഒന്നാകെ ഇറങ്ങി വേണം ഇനി BJPക്കെതിരെ പോരാടാൻ, BJPക്കൊപ്പം നിൽക്കുന്ന ഷിൻഡെ വിഭാഗത്തിനെതിരെ പോരാടാൻ എന്ന് അവർ ഉറപ്പിച്ചിരിക്കുന്നു. ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനാണ് ഇപ്പോൾ അവർ ഒരു സാധ്യതയായി മുന്നിലെടുത്ത് മത്സരിക്കാൻ ഒരുങ്ങുന്നത്.
മുൻപ് പല തെരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ടിരുന്നു. രാജ് താക്കറെയുടെ ഈ തീപ്പൊരി പ്രസംഗത്തിനപ്പുറം രാജ് താക്കറെ വെറും കടലാസ് പുലിയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ തെരഞ്ഞെടുപ്പുകളിൽ കണ്ടിട്ടുള്ളത്. നമ്മുടെ കേരളം ഉൾപ്പെടെ തെക്കൻ പ്രദേശത്തുള്ള ആളുകളെ മുഴുവൻ കടന്നാക്രമിച്ച് മറാഠി ആളുകൾക്ക് വേണ്ടി മാത്രമാണ് മഹാരാഷ്ട്ര എന്നൊക്കെ പറഞ്ഞ് വിഘടനവാദ സ്വഭാവമുള്ള പ്രസംഗങ്ങൾ നടത്തുന്നയാളാണ് ഈ രാജ് താക്കറെ. അയാളെ കൂട്ടുപിടിച്ച് ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിലേക്ക് രാജ് താക്കറെ ഇറങ്ങുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. പക്ഷേ മുൻ തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോൾ രാജ് താക്കറെ ഫലം വരുമ്പോൾ കടലാസ് പുലിയായി മാറുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. ഓക്കെ ശ്രീകാന്ത്, അത് തന്നെയാണ്. കേവലം കടലാസ് പുലിയായി മാത്രമേ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ രാജ് താക്കറെ അറിയപ്പെടുന്നുള്ളൂ. MNS ഒരു തെരഞ്ഞെടുപ്പുകളിലും ഒരു സ്വാധീന ശക്തിയായി പോലും അവിടെ വന്നിട്ടില്ല. ഉദ്ധവ് താക്കറെയുമായുള്ള പ്രശ്നങ്ങളെ തുടർന്നാണ് ശിവസേനയിൽ ആദ്യ പിളർപ്പ് 2006 ഉണ്ടാകുന്നത്. അങ്ങനെ ശിവസേന പിളർന്നാണ് മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയുണ്ടായത്. അങ്ങനെ വലിയ ബദ്ധവൈരികളായിരുന്ന രണ്ടു നേതാക്കൾ ഉദ്ധവും രാജും ഇപ്പോൾ ഒരുമിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ ശിവസേന എന്നാൽ അതിപ്പോൾ ഏക്നാഥ് ഷിൻഡെ നേതൃത്വം നൽകുന്നതാണ് യഥാർത്ഥ ശിവസേന. ഭൂരിപക്ഷം MLA-മാർ, MP-മാർ, പ്രവർത്തകർ, ശിവസൈനികർ ഉള്ളത് ആ ശിവസേനയ്ക്കൊപ്പമാണ്. അതിനാൽ ഈ രണ്ട് സംഘടനകൾക്കും വരുന്ന തെരഞ്ഞെടുപ്പിൽ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് വിലയിരുത്തൽ. ഒപ്പം കോൺഗ്രസ് പാർട്ടി കൂടെ കൂട്ടാൻ ആരുമില്ലാതായതോടെ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ.